കുമ്പളത്ത് ശങ്കുപിള്ള ജന്മദിന സമ്മേളനം സംഘടിപ്പിച്ചു. കുമ്പളത്ത് ശങ്കുപിള്ള മെമ്മോറിയൽ ഫൗണ്ടേഷൻ പന്മനയിലാണ് ജന്മദിന അനുസ്മരണം സംഘടിപ്പിച്ചത്. ചരിത്രത്തെ വളച്ചൊടിച്ച് കുമ്പളത്ത് ശങ്കുപിള്ളയുടെ പ്രാധാന്യം കുറച്ചുകാട്ടാൻ ആരൊക്കെ ശ്രമിച്ചാലും സാധാരണക്കാർ അദ്ദേഹത്തിന്റെ മഹത്വം മറക്കില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. കുമ്പളത്ത് ശങ്കുപിള്ള മെമ്മോറിയൽ ഫൗണ്ടേഷൻ പന്മന കുമ്പളം സ്മാരക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ 127ാമത് ജന്മദിന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റാരെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത തരത്തിൽ തന്റെ പ്രവർത്തനം കൊണ്ട്, തന്റെ ഇടപെടലുകൾ കൊണ്ട് കേരളീയരുടെ മനസ്സിൽ, പ്രത്യേകിച്ചും തിരുവിതാംകൂർ ഭാഗത്തെ ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ചരിത്ര പുരുഷനാണ്. ഏറെ ബഹുമാന്യനും ആദരനുമായ നമ്മുടെ മനസ്സുകളിൽ ഇപ്പോഴും ജീവിക്കുന്ന ശിവാൻ കുമ്പളത്ത് ശങ്കുപിള്ള. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വിചക്ഷണന്റെയും ജീവിതമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള തിന്മകൾക്കെതിരായി, ജാതി വിവേചനത്തിനെതിരായി, വർണ്ണവിവേചനത്തിനെതിരായി അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയായിരുന്നു ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ള. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജാതി വിവേചനത്തിനെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ, ക്ഷേത്രങ്ങളിൽ അധസ്ഥിതരും പിന്നോക്കക്കാരും പ്രവേശിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന അത്തരത്തിലുള്ള വ്യവസ്ഥിതിക്കെതിരായി ശബ്ദമുയർത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ള. സുജിത് വിജയൻപിള്ള എം.എൽ.എ. മുഖ്യപ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന്റെ കർമ്മപദം എന്താണെന്ന് പൊതുതലമുറയെ പരിചയപ്പെടുത്തുവാനും നമ്മളെല്ലാം അതൊന്നും ഓർമ്മപ്പെടുത്തുവാനും അദ്ദേഹം തെളിച്ച പാതയിലൂടെ ശക്തമായി മുന്നോട്ട് പോകാനും വലിയ അശ്രാന്ത പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ക്വിസ് കോമ്പറ്റീഷൻ അടക്കം നമുക്ക് വിലപ്പെട്ട സ്വാതന്ത്ര്യം നേടിത്തന്നതിൻ്റെ നമ്മുടെ ചരിത്രങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള നിരവധിയായ പദ്ധതികൾ ഇതിനോടകം തന്നെ ഫൗണ്ടേഷന് നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങളാണ്. ശരിക്കും ഏറ്റവും വലിയ അഭാവമായിരുന്നു ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ള അവരുടെ ഒരു പൂർണ്ണമായ പ്രതിമ ഇല്ല എന്നുള്ളത്. അത് വലിയ വിഷമമായിരുന്നു. പല രീതിയിലും എൻ്റെ ശ്രമങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വെള്ളയമ്പലം പ്രസംഗം, അത് അവിടെ നടന്ന സ്ഥലത്ത് തന്നെ ഒരു പ്രതിമ വേണം എന്നുള്ളതായിരുന്നു വലിയ ആഗ്രഹം. അപ്പോൾ ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്തൊക്കെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും നിയമസഭയിലൊക്കെ അതിൻ്റെ ഭാഗമായി യശസ്വരനായ കരുനാഗപ്പള്ളി എം.എൽ.എ. ശ്രീ ആർ രാമചന്ദ്രൻ അവർ സബ്മിഷനായി അവതരിപ്പിക്കുകയും ചവറയിലെ മുൻ എം.എൽ.എ. ശ്രീ എൻ വിജയൻപിള്ള അവർകളും രണ്ടുപേരും സംയുക്തമായിട്ട് നിവേദനങ്ങളൊക്കെ നൽകുകയും ഒക്കെ ചെയ്തെങ്കിലും അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട പേരാണ് ശ്രീ സുരേഷ് കുറുപ്പ് അവർ. അദ്ദേഹം കഴിഞ്ഞ സഭാ സമയത്ത് ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു. അദ്ദേഹവും എല്ലാം തന്നെ ശക്തമായി ഇടപെടൽ നടത്തിയെങ്കിലും നമുക്ക് കുറച്ച് സ്ഥലം തിരുവനന്തപുരത്ത് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പം അങ്ങനെ ശ്രീ കാനായി കുഞ്ഞിരാമനാൽ നിർമ്മിക്കപ്പെട്ട പ്രതിമ പിന്നീട് അതിവിടെ സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ സ്ഥാപിക്കുവാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളും അതിന് ഫണ്ടുമെല്ലാം ബഹുമാനപ്പെട്ട ബാലഗോപാൽ മിനിസ്റ്റർ തന്നെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ സാംസ്കാരിക ഫൗണ്ടേഷൻസിനൊക്കെ നൽകുന്ന, അങ്ങനെയുള്ള സംഘടനകൾക്ക് നൽകുന്ന പ്രത്യേക ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു പദ്ധതി നടപ്പാക്കാൻ സാധിച്ചത്. ഫൗണ്ടേഷൻ ചെയർമാൻ കെ.സി. രാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, സ്ഥിരം സമിതി അധ്യക്ഷൻ എം പ്രസന്നൻ ഉണ്ണിത്താൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സി.പി. സുധീഷ് കുമാർ, കുമ്പളം ഫൗണ്ടേഷൻ ഡയറക്ടർ പ്രൊഫസർ സി. ശശിധരക്കുറുപ്പ്, ജോയിന്റ് ഡയറക്ടർ ഗോപി എസ്. കൃഷ്ണൻ, ഡോക്ടർ ജയചന്ദ്രൻ നങ്ങാശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി ശങ്കുപിള്ളയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. ന്യൂസ് ബ്യൂറോ, ചവറ.